അങ്ങനെ ഈ അധ്യയന വർഷത്തിൽ 2024-25 അധ്യയന വർഷത്തിൻ്റെ പ്രൊഫഷണൽ കോഴ്സുകളുടെ എല്ലാ മേഖലകളിലുമുള്ള പ്രവേശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾ ഇന്ത്യ കോട്ടയിലായിരിക്കണോ നമ്മൾ നിൽക്കേണ്ടത്, കേരള വഴിയാണോ നിൽക്കേണ്ടത് എന്നൊക്കെയുള്ള ചിന്തിക്കേണ്ട സമയമാണ്. ആർക്ക് വേണമെങ്കിലും പുതിയതായി രജിസ്റ്റർ ചെയ്യാം. ഏത് സീറ്റ് കിട്ടിയവർക്കും എല്ലാ സീറ്റുകളും വീണ്ടും കൊടുക്കാം. 2ാം റൗണ്ടിൽ നമ്മൾ ഓപ്ഷൻ വെച്ചു. ഒരു സീറ്റ് കിട്ടിയാൽ ആദ്യത്തെ റൗണ്ടിലെ സീറ്റ് പോയി. ആദ്യത്തെ റൗണ്ടിൽ ഓപ്ഷൻ കൊടുത്തായിരുന്നു, അലോട്ട്മെൻറ്റ് വന്നു, എടുത്തില്ല. കേരളത്തിൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ, കേരളത്തിൻ്റെ 2ാം റൗണ്ടിൽ അവരെ പരിഗണിക്കില്ല. കേരളത്തിൻ്റെ 2ാമത്തെ റൗണ്ടിൽ പരിഗണിക്കണമെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമാണ്. കേരളത്തിൻ്റെ 2ാം ഘട്ടം ചേരുമ്പോഴും ഓർക്കുക, അലോട്ട്മെൻറ്റ് വന്നു, നമ്മൾ പോയി ചേർന്നാൽ പിന്നെ റിസൈൻ ചെയ്യാനായിട്ട് കേരളത്തിൻ്റെ തന്നെ 3rd അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിയുമ്പം അങ്ങോട്ട് മാറാനേ സമ്മതിക്കുകയുള്ളൂ. റിസൈൻ ചെയ്യാൻ സാധാരണ അനുവദിക്കാറില്ല, അല്ലെങ്കിൽ നമ്മുടെ പൈസ നഷ്ടപ്പെടും. നമ്മുടെ കേരളത്തിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഗവൺമെൻറ് MBBS അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് MBBS അല്ലെങ്കിൽ ഗവൺമെൻറ് BDS അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് BDS പോയി ചേർന്ന് നിൽക്കുന്ന ഒരാൾ ഈ അലൈഡ് കോഴ്സുകളിലോട്ട് മാറണം എന്നുണ്ടെങ്കിൽ ഈ ആദ്യ ഘട്ടത്തിൽ തന്നെ മാറിക്കൊള്ളണം. അപ്പോൾ ഇനി ചേരുന്നതും ശ്രദ്ധിച്ചു വേണം. സ്റ്റേറ്റിലോട്ട് മാറ്റുകയല്ല, റിസൈൻ ചെയ്യാനുള്ള അനുവാദമില്ല, അപ്ഗ്രഡേഷന് മാത്രമേ അനുവാദമുള്ളൂ. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് MBBSൻ്റെയും BDSൻ്റെയും കോളേജുകൾ ചേരേണ്ട ഡേറ്റ് ഇന്നലെ കൊണ്ട് തീർന്നു. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 110ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ. നമസ്തേ സർ. ആദ്യമേ തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിലവിൽ നമ്മുടെ ഓൾ ഇന്ത്യ കോട്ടയിലായാലും നമ്മുടെ കേരള നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ആദ്യ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിക്കും എന്തൊക്കെ എത്രത്തോളം സീറ്റുകളിലേക്കൊക്കെ വിദ്യാർത്ഥികൾക്ക് എത്താൻ സാധിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. നീറ്റ് 2024 എല്ലാ സാധ്യതകളും ഏറെക്കുറെ മനസ്സിലാക്കാനായിട്ട് വിദ്യാർത്ഥികൾക്ക് സാധിച്ച ഒരു സമയമാണ്. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് MBBSൻ്റെയും BDSൻ്റെയും കോളേജുകൾ ചേരേണ്ട ഡേറ്റ് ഇന്നലെ കൊണ്ട് തീർന്നു. ഇനി ആർക്കെങ്കിലും ഓൾ ഇന്ത്യ കോട്ടയുടെ ഫസ്റ്റ് റൗണ്ടുകളിൽ നിന്ന് റിസൈൻ ചെയ്യണമെങ്കിൽ ചേർന്നു, കോളേജുകൾ സർട്ടിഫിക്കറ്റും ഫീസ് അടച്ച് ചേർന്നു. ഇനി ഏതെങ്കിലും കാരണവശാൽ അവർക്ക് സ്റ്റേറ്റ് കോട്ടയിലോട്ട് മടങ്ങണം അല്ലെങ്കിൽ റിസൈൻ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുടെ ഒരു 4 ദിവസം അവർക്ക് സമയമുണ്ട്. വേണമെങ്കിൽ റിസൈൻ ചെയ്യാനുള്ള സമയമാണ്. എല്ലാ സ്റ്റേറ്റുകളുടെയും, മഹാരാഷ്ട്ര ഒഴിച്ചുള്ള എല്ലാ സ്റ്റേറ്റുകളുടെയും ഫസ്റ്റ് അലോട്ട്മെൻറ്റുകൾ സ്റ്റേറ്റ് കോട്ട പബ്ലിഷ് ചെയ്തു. അപ്പോൾ അതനുസരിച്ച് തന്നെ ഈ ഓൾ ഇന്ത്യയിൽ നിന്ന് ചേർന്ന് നിൽക്കുന്നവർക്കും ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് സ്റ്റേറ്റ് കോട്ട വെയിറ്റ് ചെയ്തവർക്കും ഒക്കെ അവനവൻ്റെ MBBSൻ്റെയും BDSൻ്റെയും ഒക്കെ സാധ്യതകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഇടവേളയാണ് ഈ 5ാം തീയതി വരെ വരുന്നത്. കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു ഏതാണ്ട് മുൻ വർഷങ്ങളിലെ അതേ സാധ്യതകൾ തന്നെ. അത് ഗവൺമെൻറ് മേഖലയാണെങ്കിലും സ്വകാര്യ മേഖലയാണെങ്കിലും MBBS ആണെങ്കിലും BDS ആണെങ്കിലും നമുക്കതനുസരിച്ച് കഴിഞ്ഞ വർഷത്തെ ഒരു ലാസ്റ്റ് റാങ്കിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ തന്നെയാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടന്നത്. ഗവൺമെൻറ് മേഖലയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ ഏതാണ്ട് 746 സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് വരെയുള്ളവർക്ക് പ്രവേശനം കിട്ടിക്കഴിഞ്ഞു. അത് ഏതാണ്ട് 900-അടുത്തോട്ട് അടുത്ത റൗണ്ടിൽ തന്നെ സ്റ്റേറ്റ് മെറിറ്റ് പോകാനുള്ള സാധ്യത നമുക്ക് കാണാൻ സാധിക്കും. വിവിധ റിസർവേഷൻ കാറ്റഗറികൾ, EWS 166ാമത്തെ വ്യക്തിക്ക് വരെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു സീറ്റ് കിട്ടി. ഈഴവ കാറ്റഗറി, മുസ്ലിം കാറ്റഗറി, വിശ്വകർമ്മ, ബാക്ക്വേർഡ് ഹിന്ദു, SC ST അങ്ങനെ ആ കാറ്റഗറികളുടെ എല്ലാം മുൻ വർഷത്തിലെ അലോട്ട്മെൻറ്റിൻ്റെ അതേ അനുപാതത്തിൽ തന്നെ ആദ്യഘട്ട അലോട്ട്മെൻറ്റ് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാവരും കോളേജുകൾ ചേർന്ന് കഴിയുകയും ചെയ്തു. സ്റ്റേറ്റിൽ ചേരാനായിട്ട് 5ാം തീയതി വരെ സമയമുണ്ട്. വിദ്യാർത്ഥികൾ കോളേജുകളിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. 5ാം തീയതിയോടുകൂടി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കേരളത്തിൻ്റെത് കംപ്ലീറ്റ് ആവും, MBBSും BDSും. അതുപോലെ തന്നെ തമിഴ്നാടിൻ്റെയും കർണാടകയും എലിജിബിലിറ്റി ഉള്ള കുട്ടികളുടെ സ്റ്റേറ്റ് കോട്ട അലോട്ട്മെൻറ്റുകൾ നടന്നുകൊണ്ടിരുന്നു. കേരളത്തിലെ 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ കഴിഞ്ഞ തവണത്തേക്കായാലും ഏതാണ്ട് 200ഓളം റാങ്കുകൾക്ക് കൂടി തന്നെ 8247ഓളം റാങ്കുള്ള വിദ്യാർത്ഥികൾക്ക് ആദ്യ റൗണ്ടിൽ തന്നെ സെൽഫ് ഫിനാൻസിങ് MBBS സീറ്റ് പ്രവേശനം ലഭിച്ചു. പുതിയതായിട്ട് കോളേജുകൾ കൂടി പറഞ്ഞനുസരിച്ച് വരികയാണെങ്കിൽ അതും 10,000 കടന്ന് മുൻ വർഷത്തേക്കായാലും കുട്ടികൾക്ക് MBBSന് പ്രവേശനം ലഭിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ മുസ്ലിം മൈനോറിറ്റി ആണെങ്കിലും ക്രിസ്ത്യൻ മൈനോറിറ്റി ആണെങ്കിലും NRI സീറ്റുകളാണെങ്കിലും ഒക്കെ ഏതാണ്ട് കഴിഞ്ഞ വർഷത്തേക്കായാലും കൂടുതൽ കുട്ടികൾക്ക് പ്രവേശനം കിട്ടുന്ന സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അത് വളരെയധികം സന്തോഷം നൽകുന്നുണ്ട്. ഗവൺമെൻറ് മേഖലയിൽ നമുക്ക് എത്രത്തോളം കുട്ടികളെ എത്തിക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ അത്തരം കുട്ടികൾക്ക് പ്രവേശനം ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതനുസരിച്ച് ഓൾ ഇന്ത്യയുടെ അടുത്ത ഘട്ടത്തിലും അതനുസരിച്ചൊരു പ്രതിഫലനം ഉണ്ടാകും. ഇപ്പം ജനറൽ വിഭാഗത്തിന് 19,106 വരെയാണ് ഓൾ ഇന്ത്യ കോട്ടയിൽ പ്രവേശനം ലഭിച്ചതെങ്കിൽ OBC വിഭാഗത്തിന് 20,000 വരെയാണ് പ്രവേശനം ലഭിച്ചതെങ്കിൽ
ഓൾ ഇന്ത്യ കോട്ടയുടെ സെക്കൻഡ് റൗണ്ട് അത് നമ്മൾ വിചാരിച്ചിരിക്കുന്ന ആ 23,000-ലോട്ട് സെക്കൻഡ് റൗണ്ടിൽ തന്നെ 23,000-ലോട്ട് എത്തുന്ന എല്ലാ സാഹചര്യങ്ങളും നിലവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കേരളത്തിൻ്റെയൊക്കെ സ്റ്റേറ്റ് കോട്ടകളുടെ, വിവിധ സ്റ്റേറ്റ് കോട്ടകളുടെ, തമിഴ്നാടിൻ്റെയും കർണാടകയുടെയും കേരളത്തിൻ്റെയും ഒക്കെ സ്റ്റേറ്റ് കോട്ടകളുടെ ഒരു ഇത് നോക്കിക്കഴിയുമ്പോൾ ഓൾ ഇന്ത്യ കോട്ടയ്ക്കും സീറ്റുകൾക്ക് ധാരാളം കിട്ടാനുള്ള സാഹചര്യം തന്നെയാണുള്ളത്. അപ്പോൾ നീറ്റ് 2024 ഉയർന്ന കട്ട് ഓഫാണ് എന്നൊക്കെയുള്ളത് നമുക്ക് ശരിയാണെങ്കിൽ പോലും റാങ്കുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ, അതിൻ്റെ അനുപാതത്തിൻ്റെ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് തന്നെയാണ് ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റുകൾ ഓൾ ഇന്ത്യ ലെവലും കേരള ലെവലും വിവിധ സ്റ്റേറ്റുകളുടെ അലോട്ട്മെൻറ്റുകളൊക്കെ തീരുന്നത്. രണ്ടാം ഘട്ടത്തിലോട്ട് കുട്ടികളെല്ലാം കടക്കുകയാണ്. അപ്പോൾ ഓൾ ഇന്ത്യയിൽ കിട്ടിയ വിദ്യാർത്ഥികളുണ്ട്, കേരളത്തിൽ കിട്ടിയ വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ അവരൊക്കെ രണ്ടാം ഘട്ടത്തിനെ ഏത് രീതിയിൽ സമീപിക്കണം എന്നുള്ളതാണ് നമുക്ക് ഇനി ചിന്തിക്കാനായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഓൾ ഇന്ത്യ കോട്ടയിലായിരിക്കണോ നമ്മൾ നിൽക്കേണ്ടത്, കേരള വഴിയാണോ നിൽക്കേണ്ടത് എന്നൊക്കെയുള്ള ചിന്തിക്കേണ്ട സമയമാണ്. അതോടൊപ്പം തന്നെ MBBSൻ്റെയും BDSൻ്റെയും അപ്പുറത്തുള്ള സാധ്യതകൾ, ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ റിസൾട്ട് CUET അനുസരിച്ച് വന്നിരിക്കുന്നു. ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ ഇത്തവണ ഏറ്റവും അധികം അട്രാക്ഷനുള്ള, കുട്ടികൾക്ക് ഏറ്റവും അധികം സാധ്യതകളെ നൽകാൻ, ഇപ്പോൾ നമ്മൾ CUET അനുസരിച്ച് ഡൽഹിയിലും ഹൈദരാബാദിലും ഒക്കെയുള്ള ധാരാളം കുട്ടികൾ പ്രവേശനം നേടിക്കഴിഞ്ഞു. ഇത് CUETയുടെ മാർക്ക് തന്നെ അടിസ്ഥാനപ്പെടുത്തിയാണ് അഗ്രികൾച്ചറിൻ്റെ 12 പ്രോഗ്രാമുകളിലേക്ക്, അഗ്രികൾച്ചർ ഉൾപ്പെടെയുള്ള ICARൻ്റെ കീഴിലുള്ള 12 പ്രോഗ്രാമുകളിലേക്കാണ് ICAR അനുസരിച്ച് പ്രവേശനം ലഭിക്കുന്നത്. അത് ഇന്ന് രാത്രി കൊണ്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ തീരും. IRAയുടെ നേരിട്ടുള്ള 7ഓളം ക്യാമ്പസുകൾ, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ 52ഓളം ക്യാമ്പസുകൾ, ധാരാളം സാധ്യതകൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ, അതിലും ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ നമുക്ക് 10-നകത്ത് തന്നെ 3 റാങ്ക്, 100-നകത്തുള്ള റാങ്കുകളെല്ലാം നമ്മുടെ വിദ്യാർത്ഥികൾ നീറ്റ് പോലെ തന്നെ അല്ലെ JEE അഡ്വാൻസ്ഡ് പോലെ തന്നെ CUETയിലും വളരെ നല്ലൊരു വിജയം കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളത് നമുക്കിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ആദ്യ റൗണ്ട് ഘട്ടങ്ങൾ ഇനി നമുക്ക് വരാനുള്ളത്, കേരള മെഡിക്കൽ അലൈഡിൻ്റെ അഗ്രികൾച്ചർ വെറ്റിനറി ആയുർവേദത്തിൻ്റെ ഒരു ഘട്ടം ഈ ആഴ്ച തന്നെ നടക്കും. അതുപോലെ തന്നെ നേഴ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട മിലിറ്ററി നേഴ്സിങ്ങിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ജിപ്മർ നേഴ്സിംഗ് ഉടൻ തന്നെ വരും. LBS വഴിയുള്ള +2 മാർക്ക് വെച്ചിട്ടുള്ളതെല്ലാം ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ എഞ്ചിനീയറിങ്, B.Pharm, ആർക്കിടെക്ചറിൻ്റെ പ്രവേശനത്തിൻ്റെ 3-ാം ഘട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ അധ്യയന വർഷത്തിൽ 2024-25 അധ്യയന വർഷത്തിൻ്റെ പ്രൊഫഷണൽ കോഴ്സുകളുടെ എല്ലാ മേഖലകളിലുമുള്ള പ്രവേശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സെപ്റ്റംബർ ഏതാണ്ട് അവസാനത്തോടു കൂടി 2 ഘട്ടങ്ങൾ പൂർത്തിയാകും. 1-ാം ഘട്ടവും 2-ാം ഘട്ടവും പൂർത്തിയാകുന്നതോടുകൂടി ഏതാണ്ട് 90% വിദ്യാർത്ഥികളും പ്രവേശനം ഉറപ്പാക്കി കഴിയും. ബാക്കിയുള്ളതിന് വേണ്ടിയിട്ട് ഒക്ടോബറിൽ 3-ാം ഘട്ടവും 4-ാം ഘട്ടവും നടക്കുകയും ചെയ്യും. സാർ, ഇപ്പോൾ കേരളത്തിലൊരു MBBS സീറ്റ് ലഭിച്ച വിദ്യാർത്ഥിക്ക് ഓൾ ഇന്ത്യ കോട്ടയിലെ സെക്കൻഡ് അലോട്ട്മെൻറ്റിനെ ഇനി സമീപിക്കാൻ സാധിക്കുമോ? നമ്മുടെ ഇവിടുത്തെ വിദ്യാർത്ഥികളെല്ലാം ഓൾ ഇന്ത്യയിലെ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിനെ എങ്ങനെയാണ് നോക്കിക്കാണേണ്ടത്? തീർച്ചയായിട്ടും ഇന്ത്യയിലെ ഇത്രയധികം സാധ്യതകളെ നമ്മുടെ മലയാളികൾ എല്ലാവരും ഉപയോഗിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന തന്നെ ഉണ്ട്. കാരണം അത്രയധികം ഗവൺമെൻറ് സീറ്റുകൾ ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഓൾ ഇന്ത്യയുടെ 2-ാം ഘട്ടത്തിനെ നമ്മളെല്ലാവരും നോക്കി കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഓപ്ഷൻസ്, ആദ്യ റൗണ്ടിൽ നമ്മൾ പറഞ്ഞനുസരിച്ച് എല്ലാവരും തന്നെ ഓൾ ഇന്ത്യ കോട്ടയുടെ എല്ലാ ഓപ്ഷനുകളും ഫില്ല് ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും താല്പര്യമുള്ള കോളേജുകൾ ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ എയിംസുകളിലോട്ട്, എനിക്ക് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത്, എയിംസുകളിലോട്ടുള്ള 2200-ഓളം സീറ്റുകളാണ് എയിംസുകളിലുള്ളത്. അവിടെ നമുക്ക് ഏതാണ്ട് ഒരു 100-150ഓളം സീറ്റുകളിലോട്ട് മാത്രമേ നമ്മുടെ മലയാളികൾ പ്രവേശിച്ചിട്ടുള്ളൂ. 2-ാം ഘട്ടത്തിൽ എയിംസുകളുടെ 95% സീറ്റുകളും ഫില്ലാവും. പിന്നെ ഒരു വളരെ കുറച്ച് സീറ്റുകൾ മാത്രമേ എയിംസിൽ മിച്ചമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് മലയാളികൾ കൂട്ടത്തോടെ തന്നെ ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നവർ, 10,000-ന് മുകളിലുള്ളവർ എയിംസ് കോളേജുകളുടെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കണം. കാരണം ഒരു ഗ്രാജുവേഷൻ എന്നുള്ളതിനൊക്കെ അപ്പുറത്ത് ഒരു വ്യക്തിത്വ വികസനത്തിന് ഏറ്റവും നിർണായകമായ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നതാണ് എയിംസിൻ്റെ ക്യാമ്പസുകൾ അല്ലെങ്കിൽ ജിപ്മറിൻ്റെ ക്യാമ്പസ്. അതുകൊണ്ട് ആ സാധ്യതകളെ നമ്മൾ മലയാളികൾ മാത്രം എന്തുകൊണ്ടോ ഇപ്പോഴും അല്പം വൈമുഖ്യത്തോടു കൂടി കാണുന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 2200-ഓളം സീറ്റുകളിൽ നമുക്കറിയാം, അതായത് 3500 റാങ്ക് വരെയുള്ള കുട്ടികളിൽ ഏതാണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റുകളിൽ നമ്മുടെ ധാരാളം കുട്ടികളുണ്ട് ആ റേഞ്ചിൽ. പക്ഷേ ഏതാണ്ട് 100 മുകളിൽ കുട്ടികൾ മാത്രമേ ഇപ്പോൾ പ്രവേശനം നേടിയിട്ടുള്ളൂ. അതിൽ തന്നെ ഭൂരിഭാഗം പേരും സ്റ്റേറ്റ് കൗൺസിലിംഗ് നടക്കുമ്പോൾ മാറാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ അവർ എയിംസിൻ്റെ എല്ലാ സാധ്യതകളെ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ടയുടെ 2-ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോഴേക്കും
ധാരാളം ഓപ്ഷൻസ് നമുക്ക് ഇന്ന കോളേജുകളോ സ്റ്റേറ്റുകളൊക്കെ ഒഴിവാക്കാതെ മാക്സിമം ഓപ്ഷൻസ് ഒരു ഗവൺമെൻറ് സീറ്റാണ് വേണ്ടതെങ്കിൽ അത് MBBS ആകാം BDS ആകാം, മിനിമം മാർക്കൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ റാങ്ക് അല്പം കുറവാണ്, ഇവിടുത്തെ സ്വകാര്യ മേഖലയിലൊക്കെ പ്രവേശനം കിട്ടുള്ളൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗവൺമെൻറ് സീറ്റാണ് വേണ്ടതെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ മാക്സിമം ഓപ്ഷൻ സമർപ്പിക്കുകയും ചെയ്യണം. അപ്പോൾ ഒന്ന്, ഏറ്റവും ടോപ്പേഴ്സായിട്ടുള്ളവർ മാക്സിമം എയിംസിൻ്റെ കോളേജുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി കേരളത്തിൻ്റെ തന്നെ പ്രധാനപ്പെട്ട കോളേജുകളിലാണ് അഡ്മിഷൻ വേണ്ടതെങ്കിൽ അവർ ഓൾ ഇന്ത്യ കോട്ട വഴി അഡ്മിഷനിലോട്ട് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ നോക്കുക. ഇപ്പോൾ കേരളത്തിൻ്റെ ആദ്യത്തെ 100-നകത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 38ഓളം കുട്ടികൾ കേരളത്തിൽ തന്നെ പ്രവേശനം ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആ സീറ്റുകളാണ് താല്പര്യമെങ്കിൽ അത് ഓൾ ഇന്ത്യ കോട്ട വഴി ആക്കുകയാണെങ്കിൽ കേരളത്തിൽ വീണ്ടും സാധ്യതകൾ നമ്മുടെ കുട്ടികൾക്ക് കൂടുതലായിട്ട് കിട്ടും. അപ്പം അങ്ങനെ എല്ലാവരും ഓൾ ഇന്ത്യയുടെ എല്ലാ സാധ്യതകളെയും ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് നമ്മുടെ അത്രയധികം കുട്ടികൾക്ക് കൂടുതൽ പ്രവേശന സാധ്യതകൾ നിലനിർത്തുകയുള്ളൂ. അപ്പം അതനുസരിച്ച് എല്ലാവരും ഓൾ ഇന്ത്യ കോട്ടയുടെ രണ്ടാമത്തെ റൗണ്ടിനെ കാണണം. ഇപ്പോൾ കേരളത്തിലൊരു സീറ്റ് എടുത്ത് നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം കേരളത്തിൻ്റെ തന്നെ ഒരു അടുത്ത ഘട്ടം വരുമ്പോഴാണ് നമുക്ക് TC ഇഷ്യൂ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ കേരള അലോട്ട്മെൻറ്റ് വഴി കേരളത്തിൻ്റെ ഗവൺമെൻറ് മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ഒരു കുട്ടിക്ക് പ്രവേശനം കിട്ടി, ആദ്യത്തെ റൗണ്ടിൽ പോയി ചേർന്നു. സ്വാഭാവികമായിട്ടും ആ കുട്ടിക്ക് ഇനി മാറാൻ കഴിയുന്നത് കേരളത്തിന് തന്നെ അടുത്ത ഘട്ടത്തിൽ ഒരു അപ്ഗ്രഡേഷൻ കിട്ടുമ്പോഴാണ്. ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്ന് അടുത്ത രണ്ടാം റൗണ്ടിൽ കിട്ടിയ കോളേജിലോട്ട് ചേരാം, രണ്ടാം റൗണ്ടിൽ നിന്ന് മൂന്നാം റൗണ്ടിലോട്ടും ചേരാം. ഇവിടെ നിന്ന് ഓൾ ഇന്ത്യ കോട്ടയിലോട്ട് നമുക്ക് മാറ്റം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ കൊടുത്തു ഓൾ ഇന്ത്യ കോട്ടയിൽ അലോട്ട്മെൻറ്റ് കിട്ടി അങ്ങോട്ട് മാറണമെങ്കിൽ അതിന് TC ഇഷ്യൂ ചെയ്യേണ്ടത് എൻട്രൻസ് കമ്മീഷണറാണ്. അപ്പോൾ അതിന് നമുക്ക് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ നേരിട്ട് ഫോൺ വിളിച്ചോ ഒക്കെ നമുക്ക് ഒരു ഓൾ ഇന്ത്യ കോട്ടയുടെ പ്രവേശനം കിട്ടുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടിയതാണെങ്കിൽ പോലും നമുക്ക് ഓൾ ഇന്ത്യ ലെവലിലോട്ട് മാറാൻ ആദ്യത്തെ ഘട്ടത്തിൽ അനുവദിക്കും. എന്നാൽ തുടർന്ന് അങ്ങോട്ടുള്ള ഘട്ടങ്ങളിൽ അത് തീരുകയാണ്. രണ്ടാം ഘട്ടത്തിൽ മാത്രമേ ഉള്ളൂ ഇൻ്റർചേഞ്ച് ചെയ്യാൻ, ഓൾ ഇന്ത്യയിൽ നിന്ന് ഇങ്ങോട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടോ മാറാൻ അനുവദിക്കുകയുള്ളൂ. അപ്പം ആ സാധ്യതകളെ മാക്സിമം എല്ലാവരും ഉപയോഗിക്കണം എന്നുള്ള അഭ്യർത്ഥനയും കൂടി നമുക്ക് നമ്മുടെ കുട്ടികൾക്കിടയിൽ വെക്കാനായിട്ടുണ്ട്. നമ്മൾ മുമ്പ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ട ഇപ്പോൾ 19,100 ഉള്ളത് 23,000 കടന്നു പോകാനും അതിൻ്റെ മൂന്നാം ഘട്ടത്തിൽ വീണ്ടും വില്ലിങ്നെസ് വെക്കാം 25,000 എത്താനും ഒക്കെ ഉള്ള ഒരു സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഓരോ സ്റ്റേറ്റുകളുടെയും താല്പര്യം, ഇപ്പോൾ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന അങ്ങനെയുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഇപ്പം നമ്മുടെ മലയാളി കുട്ടികൾ തന്നെയാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അവർ മാക്സിമം വില്ലിങ്നെസ് കൊടുത്ത് രണ്ടാം ഘട്ടത്തിൽ അഡ്മിഷൻ എടുക്കുകയും ചെയ്യണം. കാരണം ഇനി നമ്മൾ മാറി നിൽക്കരുത്. രണ്ടാം ഘട്ടത്തിൽ ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നിർബന്ധമായിട്ട് എടുക്കണം. പിന്നെയും ഇതിനേക്കാളും നല്ലൊരു കോളേജ് കിട്ടും, അടുത്ത ഘട്ടത്തിൽ കിട്ടും എന്ന് വിചാരിച്ച് എടുക്കാതിരിക്കരുത്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിലൊക്കെ ചിലപ്പോൾ എടുക്കാതിരുന്നിട്ടുണ്ട്, ഫ്രീ എക്സിറ്റ് ഉപയോഗിച്ചവരുണ്ട്, സ്റ്റേറ്റിൽ ബെറ്റർ കോളേജ് കിട്ടുമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ ആ സാധ്യതകളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി രണ്ടാം ഘട്ടത്തിൽ നിങ്ങൾക്കൊരു സീറ്റ് കിട്ടുകയും കേരളത്തിൽ നിങ്ങൾക്കൊരു അത്രയധികം സാധ്യതകളില്ലെങ്കിൽ രണ്ടാം ഘട്ടത്തിൽ സീറ്റ് എടുക്കണം. സീറ്റ് എടുത്തിട്ട് ഓൾ ഇന്ത്യയുടെ തന്നെ മൂന്നാം ഘട്ടത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണ് ഏറ്റവും നല്ല രീതി. ഒരു ഗവൺമെൻറ് സീറ്റാണ് നോക്കുന്നതെങ്കിൽ. അതുപോലെ തന്നെ ഡീംഡ് മേഖലയാണെങ്കിലും ഫീസ് കുറഞ്ഞ കോളേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ ഓപ്ഷൻ കൊടുത്തു, നമ്മൾ ഒരു അലോട്ട്മെൻറ്റ് വന്നിട്ട് എടുത്തില്ലെങ്കിൽ നമ്മുടെ 2 ലക്ഷം രൂപ നഷ്ടപ്പെടും. ഡീംഡ് ആണെങ്കിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ റിസൈൻ ചെയ്യാൻ അനുവദിക്കുകയില്ല. ഓൾ ഇന്ത്യയുടെ തന്നെ മൂന്നാം ഘട്ടത്തിലേക്ക് നമ്മളെ പരിഗണിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ചേരുന്നതും ശ്രദ്ധിച്ചു വേണം. സ്റ്റേറ്റിലോട്ട് മാറ്റുകയല്ല, റിസൈൻ ചെയ്യാനുള്ള അനുവാദമില്ല, അപ്ഗ്രഡേഷന് മാത്രമേ അനുവാദമുള്ളൂ. പക്ഷേ ചേരുന്നതാണ് ഏറ്റവും നല്ലത്. 90% സീറ്റുകളും രണ്ടാം ഘട്ടം കൊണ്ട് ഫില്ലാകും ഓൾ ഇന്ത്യ ലെവലിലുള്ളത്. അപ്പോൾ ആ രീതിയിൽ കണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. പിന്നെ അവർക്കൊരു ആനുകൂല്യമുള്ള എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഫസ്റ്റ് റൗണ്ടിൽ സംഭവിച്ചതുപോലെ തന്നെ ഓൾ ഇന്ത്യ കോട്ട സെക്കൻഡ് റൗണ്ട് പബ്ലിഷ് ചെയ്തു. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് തന്നെ സ്റ്റേറ്റിൻ്റെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും. ഇപ്പം ഒക്ടോബർ ആദ്യം തന്നെ ക്ലാസ് എല്ലാം തുടങ്ങേണ്ടതുള്ളതുകൊണ്ട് ഷെഡ്യൂൾ അധികം താമസിപ്പിക്കുകയില്ല. ഓൾ ഇന്ത്യ കോട്ടയുടെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് തന്നെ കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് വരുമ്പോൾ കേരളത്തിൻ്റെ സാഹചര്യവും നോക്കാം. ആ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ കേരളത്തിൻ്റെ സാഹചര്യം കൂടെ നോക്കിയിട്ട് ഏത് അലോട്ട്മെൻറ്റിൽ നിൽക്കുന്നതാണ് ഒരു ബെറ്റർ കോളേജ് കിട്ടാൻ താല്പര്യം എന്നുള്ളതും അല്ലെങ്കിൽ സാഹചര്യം നോക്കി മനസ്സിലാക്കി അലോട്ട്മെൻറ്റിലോട്ടൊക്കെ മാറാനുള്ള സാഹചര്യം എല്ലാം ഉണ്ട്. അപ്പം 90% എല്ലാവരും ഈ രണ്ടാം റൗണ്ടിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നീറ്റ് 2024 ഏറ്റവും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനേക്കാളും ചെറിയൊരു മാറ്റമായിരിക്കും തേർഡ് റൗണ്ടിൽ വരാനുള്ള സാഹചര്യം. നമുക്ക് ആ നിൽക്കുന്നതിൽ നിന്നും കേരളത്തിലാണ് നിൽക്കുന്നതെങ്കിൽ കേരളത്തിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റിൽ ബെറ്റർ ആകാം.
ഓൾ ഇന്ത്യയിലാണ് നിൽക്കുന്നതെങ്കിൽ ഓൾ ഇന്ത്യയുടെ തേർഡ് അലോട്ട്മെൻറ്റിൽ നമുക്ക് കിട്ടുന്നതിനേക്കാളും ഒരു ബെറ്റർ ആകാനുള്ള ഓപ്ഷനുണ്ട്. അവിടെ നമുക്കൊരു ചെറിയൊരു സാഹചര്യമാണുള്ളതെങ്കിൽ പോലും സെക്കൻഡ് റൗണ്ടിനെ ഏറ്റവും നന്നായിട്ട് തന്നെ ഉപയോഗിക്കണം. കൂടുതൽ ഓപ്ഷൻസ് വെക്കണം. ഓപ്ഷൻസ് കുറച്ച് വെച്ചിട്ട് സീറ്റ് എനിക്ക് ഏറ്റവും അടുത്തുള്ളത് മാത്രമേ കിട്ടുകയുള്ളൂ അല്ല പോകുന്നുള്ളൂ എന്ന് വിചാരിക്കരുത്. മാക്സിമം ഓപ്ഷൻസ് സെക്കൻഡ് റൗണ്ടിലും ഫില്ല് ചെയ്യണം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓൾ ഇന്ത്യ വഴി അഡ്മിഷൻ എടുക്കണം എന്നുള്ളതൊക്കെയാണ് രണ്ടാം റൗണ്ടിൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ വെറ്ററിനറി കൗൺസിലിൻ്റെ അലോട്ട്മെൻറ്റ് ഉടൻ തന്നെ ആരംഭിക്കും. BCA കൗൺസിലിങ്, മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ അലോട്ട്മെൻറ്റുകളൊക്കെ ആരംഭിക്കും. അപ്പം ഇപ്പോഴിവിടെ സ്വകാര്യ മേഖലയിൽ നിൽക്കുന്ന MBBS BDS ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള അലൈഡ് കോഴ്സുകളൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആദ്യഘട്ടത്തിലേ മാറാൻ അനുവദിക്കുകയുള്ളൂ. അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. എന്താണെങ്കിലും ഒന്ന് ഓർക്കുക, നമ്മൾ ഒരു കോളേജിൽ ചെന്ന് ഫീസ് അടച്ച് അവിടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും കൊടുത്ത് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അടുത്ത അലോട്ട്മെൻറ്റിലോട്ട് മാറണമെങ്കിൽ ആ കോളേജിൽ നിന്ന് TC ഇഷ്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ സാഹചര്യം മനസ്സിലാക്കി ചോദിച്ചു മനസ്സിലാക്കി എന്നിട്ട് വേണം നമ്മൾ അടുത്ത ഘട്ടങ്ങളിലേക്കൊക്കെ കിടക്കാനായിട്ട്. കാരണം വലിയ പൈസ അടയ്ക്കുന്നുണ്ട്. ഇപ്പോൾ സ്വകാര്യ മേഖലയിലൊക്കെ ആണെങ്കിൽ ധാരാളം പൈസ അടയ്ക്കുന്നവരൊക്കെ ഉണ്ട്. അതൊക്കെ തിരിച്ച് കിട്ടുന്ന രീതിയൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇനി അലോട്ട്മെൻറ്റിലോട്ട് മുമ്പോട്ട് പോകാൻ. നിലവിൽ നമുക്ക് നമ്മുടെ മുമ്പിൽ 2 റൗണ്ടുകൾ ഏറ്റവും കൂടുതലായിട്ടുണ്ട്, സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടും. ഒക്ടോബർ 10 കൂടിയാണ് തേർഡ് റൗണ്ട് തീരുന്നത്. 99% സീറ്റുകളും തേർഡ് റൗണ്ട് കൊണ്ട് ഫില്ലാകും. പിന്നെ വളരെ കുറച്ച് സീറ്റുകൾ സ്ട്രേ വേക്കൻസിയിൽ ഒക്ടോബർ അവസാനം ഫില്ല് ചെയ്യപ്പെടും. അതോടുകൂടി ഈ വർഷത്തെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. ക്ലാസ്സുകളെല്ലാം തന്നെ ഇപ്പം എല്ലാ എയിംസുകളിലും ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജിപ്മറിൽ ആരംഭിച്ചു കഴിഞ്ഞു. റെഗുലർ ക്ലാസ്സുകളെല്ലാം തന്നെ ഒക്ടോബർ ആദ്യത്തെ ആഴ്ച ആരംഭിക്കും. ആദ്യത്തെ ഒരു 1-2 ആഴ്ച ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകൾ, പേരൻസിനുള്ള പ്രോഗ്രാമുകൾ, വൈറ്റ് കോട്ട് സെറമണി, ഏറ്റവും ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്ന ഒരു സ്വപ്നം കണ്ട വൈറ്റ് കോട്ട് സെറമണി ഒക്ടോബർ ആദ്യത്തെ ആഴ്ചയൊക്കെ എല്ലാ കോളേജുകളിലുമായിട്ട് നടക്കും. അതിനുശേഷം റെഗുലർ ക്ലാസ്സുകളിലേക്ക് ഒക്ടോബർ പകുതിയോടുകൂടി തന്നെ എല്ലാ കോളേജുകളിലും എത്തിച്ചേരും. അപ്പം അലോട്ട്മെൻറ്റിൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടമാണ് രണ്ടാം ഘട്ടമെന്ന് നോക്കി മനസ്സിലാക്കി അവിടെ നിന്ന് മാറി നിൽക്കുന്നതല്ല, അത് ഏറ്റെടുത്ത് അതിനേക്കാളും ബെറ്ററിലോട്ട് മാറുന്നതാണ് നല്ലതെന്നുള്ളത് ഓർത്തിരിക്കുക. അത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാം റൗണ്ടിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല, രണ്ടാം റൗണ്ടിലാണ് ഏറ്റവും അധികം സാധ്യത. അത് മനസ്സിലാക്കി അലോട്ട്മെൻറ്റിനെ സമീപിക്കുക. സാർ, ഇപ്പോൾ ചില കുട്ടികളൊക്കെ കേരളത്തിൽ തന്നെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന തീർച്ചയായിട്ടും അത് എന്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും 90% കുട്ടികൾക്കും അവനവൻ്റെ സ്റ്റേറ്റിൽ തന്നെ പഠിക്കണമെന്നാണ് ആഗ്രഹം. അണ്ടർ ഗ്രാജുവേഷൻ പ്രോഗ്രാം അവനവൻ്റെ വീടിനടുത്ത് അവനവൻ്റെ പേരൻസിനോട് ഒത്ത് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ പഠിക്കണമെന്ന് തന്നെയാണ് എല്ലാവർക്കും താല്പര്യം. അത് നമ്മൾ എത്ര പറഞ്ഞാലും അതിൽ നിന്ന് മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സാർ, അപ്പോൾ ചില കുട്ടികൾ അപ്പോൾ നമ്മുടെ ഈ കേരളത്തിൻ്റെ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിനെ സമീപിക്കേണ്ട ഒരു രീതിയുണ്ട്. ഇപ്പോൾ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റും കേരള അലോട്ട്മെൻറ്റും തമ്മിൽ ആ ഒരു രണ്ടാമത്തെ അലോട്ട്മെൻറ്റിലേക്ക് എത്തുമ്പോഴുള്ള ഒരു വ്യത്യാസമാണ്. തീർച്ചയായിട്ടും ഈ 2 റൗണ്ടുകൾ തമ്മിലുള്ള വലിയ വ്യത്യാസം എന്ന് പറയുന്നത്, ഓൾ ഇന്ത്യയുടെ രണ്ടാം റൗണ്ട് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലാണ്. അതായത് ആദ്യത്തെ റൗണ്ടിൽ എന്ത് സീറ്റ് കിട്ടി, എങ്ങനെ ഇനി സീറ്റ് എടുത്തോ സീറ്റ് എടുത്തില്ലയോ, എന്തൊക്കെ ഓപ്ഷൻ കൊടുത്തു, അതൊന്നും നോക്കുകയില്ല. ഒന്നാമത്തെ റൗണ്ടിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് രണ്ടാം റൗണ്ടിൽ യാതൊരു തരത്തിലും ബാധിക്കുന്ന കാര്യമല്ല. ഒന്നാം റൗണ്ടിൽ സീറ്റ് കിട്ടിയിരിക്കാം, രജിസ്റ്റർ ചെയ്തിരിക്കാം, സീറ്റ് കിട്ടിയിട്ട് പോകാത്തവരായിരിക്കാം, സ്റ്റേറ്റ് കൗൺസിലിങ്ങിൽ പങ്കെടുത്തവരായിരിക്കാം. ഇതൊന്നും ഓൾ ഇന്ത്യയുടെ രണ്ടാം ഘട്ടത്തിൽ വിഷയമല്ല. ആർക്ക് വേണമെങ്കിലും പുതിയതായി രജിസ്റ്റർ ചെയ്യാം. ഏത് സീറ്റ് കിട്ടിയവർക്കും എല്ലാ സീറ്റുകളും വീണ്ടും കൊടുക്കാം. ഇപ്പം ഉദാഹരണത്തിന് ആദ്യത്തെ റൗണ്ടിൽ 2 സീറ്റേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഓൾ ഇന്ത്യയിൽ. ഇനിയും വേണമെങ്കിൽ ഈ 379 കോളേജും വേണമെങ്കിൽ രണ്ടാം റൗണ്ടിൽ വെക്കാം. ഇനി ഒരു സീറ്റ് കിട്ടിയവർക്ക് അതിനേക്കാളും താഴെയുള്ള ഓപ്ഷൻസ് വെക്കാം. ഓൾ ഇന്ത്യയുടെ രണ്ടാം ഘട്ടം തികച്ചും ഇൻഡിവിജ്വലാണ്. മുഴുവൻ ഓപ്ഷൻസും വേണമെങ്കിൽ വെക്കാം. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യത്തെ റൗണ്ടിൽ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും നല്ലത് മാത്രം, താല്പര്യമുള്ളത് മാത്രമേ രണ്ടാം ഘട്ടത്തിൽ വെക്കാവുള്ളൂ. ഓൾ ഇന്ത്യയുടെ ഒന്നാം ഘട്ടത്തിൽ ഒരു സീറ്റ് കിട്ടി പോയി ചേർന്നു. രണ്ടാം ഘട്ടത്തിൽ ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാം റൗണ്ടിൽ നമ്മൾ ഓപ്ഷൻ വെച്ചു, ഒരു സീറ്റ് കിട്ടിയാൽ ആദ്യത്തെ റൗണ്ടിലെ സീറ്റ് പോയി. കേരളത്തിലെ സീറ്റ് പോയിട്ടില്ല. കേരളത്തിലൊരു സീറ്റ് കിട്ടിയായിരുന്നു. ഓൾ ഇന്ത്യയുടെ രണ്ടാം റൗണ്ടിൽ നമ്മൾ ഓപ്ഷനൊക്കെ വെച്ചു, ഓപ്ഷൻ ഒരു സീറ്റ് കിട്ടി. കേരളത്തിലെ സീറ്റ് പോവില്ല. കേരളത്തിലെ സീറ്റ് നമ്മളിവിടെ വന്ന് TC മേടിച്ചാൽ മാത്രമേ പോവുള്ളൂ. പക്ഷേ ഓൾ ഇന്ത്യ വഴി തന്നെ നമ്മൾ കേരളത്തിലായിരിക്കാൻ ചേർന്നിരിക്കുന്നത്, അല്ലെ ഓൾ ഇന്ത്യ വഴി മറ്റുള്ള സ്റ്റേറ്റുകളിലായിരിക്കാൻ ചേർന്നിരിക്കുന്നത്. എന്നിട്ട് ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് റൗണ്ടിൽ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞിട്ട് അവിടെ ഒരു സീറ്റ് കിട്ടിയാൽ ഓൾ ഇന്ത്യ വഴി കിട്ടിയ ആദ്യത്തെ റൗണ്ട് ക്യാൻസലാവും. നിർബന്ധമായിട്ട് നമ്മൾ ഓൾ ഇന്ത്യയുടെ രണ്ടാമത്തെ റൗണ്ടിലുള്ള സീറ്റ് മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ. ആദ്യത്തെ റൗണ്ടിൽ നമ്മൾ പുറത്തായി. തീർച്ചയായിട്ടും അവിടെ പോയി സർട്ടിഫിക്കറ്റ് എല്ലാം മേടിച്ച് വന്നിട്ട്
പുതിയതായിട്ട് കൊടുക്കണം. ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ റെസിഗ്നേഷൻ ഇല്ല, ഒരിടത്തോട്ടും റിസൈൻ ചെയ്യാൻ അനുവദിക്കില്ല. ഓൾ ഇന്ത്യയുടെ തന്നെ 3ാമത്തെ റൗണ്ടിലോട്ട് വില്ലിങ്നെസ് യെസ് പറയാം. അപ്പം ആദ്യത്തെ റൗണ്ടിൽ കിട്ടിയവർ, കിട്ടാത്തവർ, രജിസ്റ്റർ ചെയ്യാത്തവർക്ക് എല്ലാവർക്കും ഓൾ ഇന്ത്യയുടെ 2ാം റൗണ്ടിനെ സമീപിക്കാം, MBBSും BDSും. കേരളത്തിലാണെങ്കിലോ, കേരളത്തിൽ ആദ്യഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത് ഓപ്ഷൻ കൊടുത്തവരെ മാത്രമേ 2ാം ഘട്ടത്തിൽ പരിഗണിക്കുകയുള്ളൂ. അതിൽ ആദ്യത്തെ റൗണ്ടിൽ ഓപ്ഷൻ കൊടുത്ത് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് എടുത്തവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. ആദ്യത്തെ റൗണ്ടിൽ ഓപ്ഷൻ കൊടുത്തായിരുന്നു, അലോട്ട്മെൻറ്റ് വന്നു, എടുത്തില്ല കേരളത്തിൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ, കേരളത്തിന് 2ാം റൗണ്ടിൽ അവരെ പരിഗണിക്കില്ല. കേരളത്തിൻ്റെ ആദ്യത്തെ റൗണ്ടിൽ ഓപ്ഷനൊക്കെ കൊടുത്തു, 10-30 ഓപ്ഷൻ കൊടുത്തു, അതിനകത്തൊരു ഓപ്ഷൻ കിട്ടി, നമ്മൾ പോയി ചേർന്നു. ആ ചേർന്നതിനേക്കാളും മുകളിലുള്ളതിലോട്ട് മാത്രമേ കേരളത്തിൻ്റെ 2ാം റൗണ്ടിൽ പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഓൾ ഇന്ത്യയും കേരളയും തമ്മിൽ, 2 റൗണ്ടുകളും തമ്മിൽ തികച്ചും വിഭിന്നമാണ്. കേരളത്തിൽ പുതിയതായിട്ട് കുറേ കോളേജുകൾ വെക്കാനോ ഒന്നും അനുവദിക്കില്ല. നിലവിലുള്ള ഹയർ ഓപ്ഷൻസിനെ ഡിലീറ്റ് ചെയ്യുകയോ, ഇപ്പോൾ ഒരു കോളേജിൽ കേരള വഴി നമ്മളൊരു കോളേജിൽ ചേർന്ന് നിൽക്കുകയാണ്, എനിക്കിനി ഇതിനേക്കാളും 1-2 കോളേജേ താല്പര്യമുള്ളൂ, ഇല്ലെങ്കിൽ എനിക്കിനി പ്രത്യേകിച്ച് എന്നെ ഇനി പരിഗണിക്കേണ്ട, എനിക്ക് ആദ്യത്തെ റൗണ്ട് കിട്ടിയത് മതി, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 2ാമത്തെ റൗണ്ടിൽ ഈ ഹയർ ഓപ്ഷൻ കിടപ്പുണ്ടെങ്കിൽ നമുക്ക് വേണേൽ ഡിലീറ്റ് ഒക്കെ ചെയ്ത് കളയാം. കേരളത്തിൻ്റെ 2ാമത്തെ റൗണ്ടിൽ പരിഗണിക്കണമെങ്കിൽ ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമാണ്. 2ാം റൗണ്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴേ കേരളത്തിൻ്റെ സൈറ്റിൽ ലോഗിൻ ചെയ്യുമ്പോഴേ നമ്മോട് ചോദിക്കും ഓപ്ഷൻ കൺഫർമേഷൻ നിങ്ങളെ പരിഗണിക്കണമോ. അപ്പോൾ നമ്മൾ എസ് പറയുന്നു. എസ് പറഞ്ഞിട്ട് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നമ്മുടെ ഓപ്ഷൻസ് കാണാം, കിട്ടിയ കോളേജ് കാണാം, അതിന് മുകളിൽ കിടക്കുന്ന ഓപ്ഷൻസും കാണാം. അതിനെ എല്ലാം നമുക്ക് വേണ്ടതാണ്. ആ മുകളിൽ കിടക്കുന്ന എല്ലാ ഓപ്ഷൻസിനെയും വേണമെങ്കിൽ നമ്മൾ ലോഗൗട്ട് ചെയ്താൽ മതി. ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്തിട്ട് ലോഗൗട്ട് ചെയ്താൽ കിട്ടിയ സീറ്റ് അവിടെ തന്നെ ഉണ്ട്, അതിന് മുകളിലുള്ള എല്ലാ ഓപ്ഷൻസും അവിടെ ഉണ്ട്, പരിഗണിക്കും. മുകളിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കിട്ടിയത് പോയി, മുകളിലോട്ട് നമുക്ക് പോയി ചേരാം. മുകളിലൊന്നും കിട്ടിയില്ലെങ്കിലും കിട്ടിയ സീറ്റ് അവിടെ തന്നെ ഉണ്ടാവും, നമുക്ക് ആ കോളേജിൽ തുടർന്നാൽ മാത്രം മതിയാവും. കാറ്റഗറി ചേഞ്ച് ചെയ്താൽ, ഇപ്പം ആദ്യത്തെ റൗണ്ടിൽ നമുക്ക് ഈഴവയായിട്ടാണ് കിട്ടിയത്, 2ാമത്തെ റൗണ്ടിൽ സ്റ്റേറ്റ് മെറിറ്റ് ആയിട്ട് കിട്ടി, നമ്മൾ ആ 2ാമത്തെ കോളേജിൽ ചെന്നിട്ട് പുതിയ അലോട്ട്മെന്റ് മെമ്മോ കൊടുത്തേക്കണം. ആദ്യത്തെ റൗണ്ടിൽ ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ കിട്ടി, 2ാമത്തെ റൗണ്ട് സ്റ്റേറ്റ് കോട്ടയിലാണ് കിട്ടിയത്. ഒരേ കോളേജിൽ തന്നെ നമുക്ക് ആ 2ാമത്തെ റൗണ്ടിൽ ആ അലോട്ട്മെന്റ് മെമ്മോ അവിടെ കൊണ്ട് കൊടുത്താൽ മാത്രം മതിയാവും. എന്നാൽ ആദ്യത്തെ റൗണ്ടിൽ ഓൾ ക്രിസ്ത്യനാണ് കിട്ടിയത്, 2ാമത്തെ റൗണ്ടിൽ അതേ കോളേജിൽ ഓൾ ക്രിസ്ത്യനാണ് കിട്ടിയെങ്കിൽ പോകേണ്ട കാര്യമില്ല. നമ്മുടെ കാറ്റഗറി എങ്കിലും മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി അലോട്ട്മെന്റ് മെമ്മോ കൊടുക്കണം. ഇനി അതല്ല കോളേജെ മാറ്റം കിട്ടിയെങ്കിലോ ഇവിടെ നിന്ന് എല്ലാ ഫീസും സർട്ടിഫിക്കറ്റും മേടിച്ച് പുതിയ കോളേജിൽ കൊണ്ട് കൊടുക്കണം. അപ്പം ഹയർ ഓപ്ഷൻസിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാനും നിലനിർത്താനും എല്ലാം ഡിലീറ്റ് ചെയ്യാനും ഒക്കെയുള്ള അവസരമാണ് കേരളത്തിൻ്റെ 2ാം ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേരളത്തിൻ്റെ 2ാം ഘട്ടം ചേരുമ്പോഴും ഓർക്കുക, അലോട്ട്മെൻറ്റ് വന്നു, നമ്മൾ പോയി ചേർന്നാൽ പിന്നെ റിസൈൻ ചെയ്യാനായിട്ട് കേരളത്തിൻ്റെ തന്നെ 3rd അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിയുമ്പം അങ്ങോട്ട് മാറാനേ സമ്മതിക്കുകയുള്ളൂ. റിസൈൻ ചെയ്യാൻ സാറിന് അനുവദിക്കാറില്ല, അല്ലെങ്കിൽ നമ്മുടെ പൈസ നഷ്ടപ്പെടും. അതുകൊണ്ട് ഇനിയുള്ള ഘട്ടങ്ങളിൽ ഓൾ ഇന്ത്യ ആണെങ്കിലും കേരളയാണെങ്കിലും ഏത് സ്റ്റേറ്റ് ആണെങ്കിലും ഇനിയുള്ള ഘട്ടങ്ങളിൽ ഒരു കോളേജിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ മിക്കവാറും അവിടെ തന്നെ പഠിക്കാനുള്ള സാധ്യതയാണുള്ളത്. അല്ലെങ്കിൽ അതിൻ്റെ തന്നെ അടുത്ത റൗണ്ടിൽ അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടാൽ നമ്മൾ മാറാൻ അനുവദിക്കും, അല്ലാതെ മാറാൻ സ്വാഭാവികമായിട്ടും അനുവദിക്കാറില്ല എന്നുള്ള കാര്യമൊക്കെ ഓർക്കുക. ഇപ്പോൾ നമുക്ക് കർണാടകത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടി, 2nd അലോട്ട്മെൻറ്റ്, നമ്മൾ അവിടെ പോയി ചേർന്ന് കഴിഞ്ഞിട്ട് പിന്നെ കേരളത്തിലോട്ട് വരാമെന്ന് തീരുമാനിച്ചാൽ നമുക്ക് ഒത്തിരി സാമ്പത്തികമായിട്ട് ബാധ്യത ഉണ്ടാവും. ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് പോകണമെങ്കിലും അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് മാത്രമേ 2ാം ഘട്ടത്തിൽ പോയി ചേരാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ 2ൻ്റെയും 3ാം ഘട്ടമുണ്ട്, അത് ചെറിയൊരു അപ്ഗ്രഡേഷൻ മാത്രം, അതൊക്കെ ഓർത്താൽ മതി. അപ്പം ഓൾ ഇന്ത്യ ഇൻഡിവിജ്വൽ ആണെങ്കിൽ കേരള ഹയർ ഓപ്ഷൻസിലോട്ട് മാത്രമേ മാറാൻ അനുവദിക്കുകയുള്ളൂ എന്ന് മാത്രമാണ് പ്രധാനപ്പെട്ട കാര്യം. ചിലപ്പോൾ ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിന് ഒരു MBBS സീറ്റൊക്കെ ലഭിച്ചിട്ടിരിക്കുകയാണ്, ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അഗ്രികൾച്ചറിലേക്ക്, ആ ഒരു മേഖലയിലേക്ക് പോകാനായിരിക്കും, അങ്ങനെ പല മേഖലകൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു വിദ്യാർത്ഥി എങ്ങനെയായിരിക്കണം അത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഈ നമ്മുടെ കേരളത്തിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഗവൺമെൻറ് MBBS അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് MBBS അല്ലെങ്കിൽ ഗവൺമെൻറ് BDS അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് BDS പോയി ചേർന്ന് നിൽക്കുന്ന ഒരാൾ ഈ അലൈഡ് കോഴ്സുകളിലോട്ട് മാറണം എന്നുണ്ടെങ്കിൽ ഈ ആദ്യ ഘട്ടത്തിൽ തന്നെ മാറിക്കൊള്ളണം. MBBS BDSൻ്റെ 2ാം ഘട്ടം കേരളം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അലൈഡ് കോഴ്സിൻ്റെ ഒരു അലോട്ട്മെൻറ്റ് കേരളം നടത്തും. അപ്പോൾ മാത്രമേ ഈ മാറ്റം അനുവദിക്കുകയുള്ളൂ, MBBS BDSൽ നിന്ന് മാറ്റം അനുവദിക്കുകയുള്ളൂ. അല്ലെങ്കിൽ 2ാം ഘട്ടവും കഴിഞ്ഞിട്ട് ഞാൻ സെൽഫ് ഫിനാൻസിങ് BDSലാണ് നിൽക്കുന്നത്, എനിക്കിത് വേണ്ട, എനിക്ക് അഗ്രികൾച്ചറിനോട് മാറണം എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ നഷ്ടം വരും.
അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത് അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ പോലുള്ള മെഡിക്കൽ അലൈഡ് കോഴ്സുകളാണെങ്കിൽ ഇപ്പം നമ്മൾ MBBS BDS സെൽഫ് ഫിനാൻസിങ്ങിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യഘട്ടത്തിൽ തന്നെ മാറിക്കൊള്ളണം. ഇനി ആദ്യഘട്ട അലോട്ട്മെൻറ്റ് കിട്ടിയില്ല, സെക്കൻഡിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ റിസൈൻ ചെയ്ത് മാറി നിന്നോണം. രണ്ടാം ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അലൈഡ് കോഴ്സുകളിലോട്ട് മാറാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ തിരിച്ച് അലൈഡ് കോഴ്സുകൾ നമ്മൾ നിൽക്കുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും MBBS BDSൻ്റെ മൂന്നാം ഘട്ടത്തിലോട്ടോ MBBS BDSൻ്റെ സ്ട്രേ വേക്കൻസിയിലോ നമ്മളെ പരിഗണിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ രീതിയിൽ വേണം അലൈഡ് കോഴ്സുകളുടെ പ്രവേശനം ഉറപ്പാക്കാനായിട്ട്. അതിൻ്റെ ഒരു ഘട്ടം MBBS BDSന് മുമ്പ് തന്നെ നടത്തുകയും ചെയ്യും. സാർ, ഇപ്പോൾ ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിലിംഗ് അതിൽ ആർക്കൊക്കെ പങ്കെടുക്കാൻ സാധിക്കും? നീറ്റ് 2024 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് തന്നെയാണ് വെറ്റിനറി കൗൺസിലിംഗ്. ഇന്ത്യയിൽ ഏതാണ്ട് 42ഓളം ഗവൺമെൻറ് കോളേജുകൾ വളരെ കുറവാണ് വെറ്റിനറിക്ക്. കേരളത്തിൽ തന്നെ 2 കോളേജുകളേ ഉള്ളൂ. അപ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ ഏതാണ്ട് 42ഓളം ഗവൺമെൻറ് കോളേജുകളും 2 ഡീംഡ് കോളേജുകളുമാണ് വെറ്റിനറിക്ക് ഓൾ ഇന്ത്യ തലത്തിലുള്ളത്. അപ്പോൾ ഈ ഗവൺമെൻറ് കോളേജുകളിലെ ഗവൺമെൻറ് വെറ്റിനറി കോളേജുകളിലെ 15% സീറ്റുകൾ നീറ്റ് 2024 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് VCA കൗൺസിലിംഗ്, ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിലിങ്ങിൻ്റെ വെബ്സൈറ്റ് വഴിയാണ് 4 ഘട്ട അലോട്ട്മെൻറ്റുകൾ നടത്തുന്നത്. 2 പ്രൈവറ്റ് കോളേജ്, ഡീംഡ് കോളേജുണ്ട്. ആ കോളേജിലെ 100% സീറ്റുകളും വെറ്റിനറി കൗൺസിലിൻ്റെ അലോട്ട്മെൻറ്റ് വഴിയാണ് നടത്തുന്നത്. ഇതല്ലാതെ മറ്റുള്ള സ്റ്റേറ്റുകളിലെ പ്രൈവറ്റ് കോളേജുകളൊക്കെ മാനേജ്മെൻറ്റ് സീറ്റാണ്. അതിന് ഈ വെറ്റിനറി കൗൺസിലുമായിട്ട് ബന്ധമില്ല. നേരിട്ട് ആ കോളേജുകളുമായിട്ട് ബന്ധപ്പെട്ട നടക്കാം. അതിന് നീറ്റുമായിട്ടും ബന്ധമില്ല. ഇന്ത്യയിലെ മൊത്തമുള്ള വെറ്റിനറിയുടെ 15%വും ഡീംഡിൻ്റെ 100% സീറ്റാണ് VCA കൗൺസിലിംഗ് വഴി ഫില്ല് ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ബാക്കിയുള്ള ഓൾ ഇന്ത്യ കൗൺസിലിംഗ് പോലെ തന്നെയാണ് വെറ്റിനറി താല്പര്യമുള്ളവർക്ക് കേരളത്തിലെ 2 കോളേജുകളുടെ 15%വും തമിഴ്നാട്, കർണാടകം, രാജസ്ഥാൻ അങ്ങനെ പല സ്റ്റേറ്റുകളുടെയും ഏറ്റവും ടോപ്പായിട്ടുള്ള വെറ്റിനറിക്കൊക്കെ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് വഴി അടുത്ത ആഴ്ച മുതൽ പ്രവേശനം നേടും. സാർ, അതുപോലെ തന്നെ ആയുഷ് കൗൺസിലിംഗ് തുടങ്ങിയിട്ടുണ്ടല്ലോ, അതും ഇതുപോലെ തന്നെ 15% സീറ്റിലേക്കുള്ളത്. ആയുഷ് കൗൺസിലിംഗ് AACC.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ്. അതിന് 4 കോഴ്സുകളുണ്ട്. ആയുർവേദവും ഹോമിയോയും സിദ്ധയും യുനാനിയും, BAMS, BHMS, BUMS, BSMS. ഈ 4 കോഴ്സുകളുടെയും ഇന്ത്യയിലുള്ള മുഴുവൻ കോളേജുകളുടെയും 15%, ഗവൺമെൻറ് കോളേജുകളുടെ 15%, ഡീംഡ് കോളേജുകളുടെ 100%. ഇപ്പം അമൃത ആയുർവേദ ഡീംഡ് കോളേജ്, അവിടുത്തെ 100% സീറ്റുകളും ആയുഷ് കൗൺസിലിംഗ് വഴി ഫില്ല് ചെയ്യുന്നത്. എന്നാൽ കേരളത്തിലെ സ്വകാര്യ ആയുർവേദ കോളേജുകളുണ്ട്, അത് ആയുഷ് വഴിയല്ല, അത് കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റ് വഴിയാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പം ഗവൺമെൻറ് മേഖലയുടെ 15%വും BAMSന് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ഗവൺമെൻറ് സീറ്റ് വേണമെന്ന് ആഗ്രഹമുള്ളവർ നീറ്റ് ക്വാളിഫൈ ആയിട്ടുണ്ടെങ്കിൽ ആയുഷിൻ്റെ കൗൺസിലിംഗ് വഴി അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഹോമിയോയ്ക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും പ്രവേശനം വേണമെങ്കിലൊക്കെ ആയുഷ് കൗൺസിലിംഗാണ് എളുപ്പം. പക്ഷേ അതിന് രജിസ്ട്രേഷൻ ഫീസ് കൂടുതലാണ്. 20,000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. ഡീംഡ് കോളേജുകളിൽ ഓപ്ഷൻ കൊടുക്കണമെങ്കിൽ 50,000 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. അത് റീഫണ്ടബിൾ ആണ്. അഡ്മിഷൻ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ടിൽ തിരിച്ചു വരികയും ചെയ്യും. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഫീസിൽ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും. അവിടെ പക്ഷേ 2 റൗണ്ടുകൾ ഫ്രീ എക്സിറ്റ് ഉണ്ട്. ആദ്യത്തെ 2 റൗണ്ടുകളിൽ നിന്ന് വേണം മാറി നിൽക്കാം. അപ്പം ആയുഷ് കൗൺസിലിംഗിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മൾ മുമ്പ് പറഞ്ഞത്, നീറ്റ് 2024 സാധ്യതകളും അല്ലെങ്കിൽ 2024-25 അധ്യയന വർഷത്തിൻ്റെ എല്ലാ പ്രൊഫഷണൽ മേഖലയുടെയും അലോട്ട്മെൻറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം അതാത് വെബ്സൈറ്റുകൾ, തമിഴ്നാട്, കർണാടകം, ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ, അതുപോലെ തന്നെ വെറ്റിനറി, കേരളത്തിൻ്റെ മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ, കേരളത്തിൻ്റെ MBBS BDS എല്ലാ വെബ്സൈറ്റുകളിലും എന്നും നിരന്തര നോട്ടിഫിക്കേഷൻസ് നോക്കിക്കൊള്ളണം. അതിൻ്റെ അപ്ഡേഷൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാർ, അതുപോലെ ഇപ്പോൾ നീറ്റ് 2025 ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾ. തീർച്ചയായിട്ടും 2025 മെയ് 4 അടുത്ത വർഷത്തെ നീറ്റ് എക്സാം. അപ്പോൾ സാർ, ഇപ്പോൾ മെയ് 4 വരുന്ന നമ്മുടെ 2025 നീറ്റ് എക്സാമിന് മുൻപായിട്ട് ഈ ഒരു സമയങ്ങളിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഡോക്യുമെൻറ്റ്സ് ആവട്ടെ, അവരുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെ അവർ കരുതി വെക്കണം ഈ ഒരു സമയത്ത്? തീർച്ചയായിട്ടും നമുക്ക് ഈ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ 2024 കുറിച്ച് പറയുമ്പം ഈ 2025 സാധ്യതകൾക്കനുസരിച്ച് അവർ കരുതി വെക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് നമ്മൾ. അതുകൊണ്ടാണ് 2024 നമ്മൾ ഡീറ്റെയിൽഡായിട്ട് ഓരോ കാറ്റഗറിയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത്. ഒരു സർട്ടിഫിക്കറ്റുകളും തയ്യാറാക്കി വെക്കേണ്ട സമയമായിട്ടില്ല യഥാർത്ഥത്തിൽ. പക്ഷേ നമ്മുടെ സാധ്യതകളെല്ലാം മനസ്സിലാക്കി വെക്കണം. ഗവൺമെൻറ് മേഖല, സ്വകാര്യ മേഖലകൾ, ഡീംഡ് മേഖലകൾ, റിസർവേഷൻ കാറ്റഗറികൾ, സ്പോർട്സ് കൗൺസിലിങ്ങുകൾ, സ്പോർട്സ് റിസർവേഷൻസുകൾ, ESI കോട്ടയിൽ എങ്ങനെ അഡ്മിഷൻ എടുക്കാം, NRI സീറ്റുകൾ എങ്ങനെ എടുക്കാം, ഒരു NRIക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ വേണ്ട ഡോക്യുമെൻറ്റ്സ്
പെർഫോമൻസ് എന്താണ്, അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു അവബോധം, അവയർനെസ്, അതിൻ്റെ സമയമാണ് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ ഒക്കെ സമയങ്ങളിൽ. ആ സമയത്തൊന്നും പ്രത്യേകിച്ച് ഒരു സർട്ടിഫിക്കറ്റുകളും അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ട് കരുതി വെക്കേണ്ടതായിട്ടില്ല. കേരളത്തിൽ എങ്ങനെയാണ് അഡ്മിഷൻ കിട്ടുന്നത്, കേരളത്തിലെ നേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, തമിഴ്നാട്ടിൽ എങ്ങനെ അഡ്മിഷൻ കിട്ടും, കർണാടകത്തിൽ എങ്ങനെ അഡ്മിഷൻ കിട്ടും, വിദേശത്തുള്ളവർക്ക് കേരളത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ 2024 ചർച്ച ചെയ്തിട്ടുണ്ട്. അതോട് തന്നെ ഇനി വരുന്ന നമ്മുടെ എപ്പിസോഡുകളാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോകളാണെങ്കിലും 2025 ഫോക്കസ് ചെയ്തായിരിക്കും. അപ്പോൾ നമ്മുടെ 2024 ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഓരോരോ കോളേജുകളിൽ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഏതാണ്ട് 90% സാധ്യതകളും നമുക്കറിയാം ഈ സെപ്റ്റംബർ അവസാനത്തോടു കൂടി 2024 പ്രവേശന നടപടികൾ പൂർത്തിയാകും. അപ്പം നമ്മളും ഇനി ഫോക്കസ് ചെയ്യുന്നത് 2025 വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങളായിരിക്കും നമ്മളിനി കൂടുതൽ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം റെഗുലറായിട്ട് നമ്മളുടെ വീഡിയോകൾ, നമ്മളുടെ യൂട്യൂബിൻ്റെ വീഡിയോകളും നമ്മളുടെ വെബെക്സ് മീറ്റിങ്ങുകളും നമ്മുടെ ഈ പ്രോഗ്രാമുകളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കേരളത്തിൽ എങ്ങനെ അഡ്മിഷൻ എടുക്കാം, കേരളത്തിലെ ഗവൺമെൻറ് മേഖല, കേരളത്തിലെ സ്വകാര്യ മേഖല, കേരളത്തിലെ NRI മേഖല, അല്ലെങ്കിൽ ഡീംഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, വിദേശത്തുള്ളവരുടെ സാധ്യതകൾ എന്താണ്, അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചുമായിരിക്കും നമ്മളുടെ ചർച്ചകൾ ഇനി. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സാധാരണ അറിയാലോ 2025 ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ മാത്രമേ ആപ്ലിക്കേഷൻ വിളിക്കുകയുള്ളൂ. നീറ്റ് എന്ന് പറയുന്നത് മെയ് 4 നടക്കുന്ന ഒരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതിനുശേഷം അതിൻ്റെ സാധ്യതകൾക്കനുസരിച്ച് പല സൈറ്റുകളിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും, പല കാറ്റഗറിക്ക് അനുസരിച്ച് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അതിനെക്കുറിച്ചെല്ലാം കൃത്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇനി വരുന്ന മാസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്യുകയും, അപ്പം ഇപ്പോഴേ നമ്മളൊന്നും തയ്യാറാക്കി വെക്കേണ്ടതായിട്ടില്ല. പക്ഷേ ഇനി വരുന്ന 4 മാസങ്ങളിൽ കൃത്യമായിട്ടും അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം നമ്മൾ സൃഷ്ടിച്ചെടുക്കാനായിട്ട് എല്ലാ പേരൻസും തയ്യാറാവുകയും ചെയ്യണം. കാരണം നമ്മുടെ കുട്ടികളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളാണ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ വൈറ്റ് കോട്ടും ആ ഒരു MBBS അല്ലെ ഡോക്ടർ എന്നുള്ള ആ കൺസെപ്റ്റ്. അപ്പോൾ അത് നമ്മളുടെ ഒരു അശ്രദ്ധ കൊണ്ടില്ലാതെ പോകരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളുമായിരിക്കും നമ്മൾ ചർച്ച ചെയ്യുന്നത്. എത്രയെല്ലാം ആപ്ലിക്കേഷൻസ് കൊടുക്കണം, എത്രയെല്ലാം രൂപ കരുതി വെക്കേണ്ടതായിട്ടുണ്ട്, എങ്ങനെയാണ് ഒരു സീറ്റുകളിലോട്ട് എത്തിപ്പെടുന്നതെന്നൊക്കെ ഉള്ളത് വരുന്ന കാലങ്ങളിലെല്ലാം നമ്മുടെ ചർച്ചകളിലുണ്ടാകും. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ശിവൻ സാറിനൊപ്പം വൈൻഡപ്പ് ചെയ്തപ്പോൾ ശിവൻ സാറ് വളരെ ഡീറ്റെയിലായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഇനി വരുന്ന എപ്പിസോഡുകളിലും അതുപോലെ ശിവൻ സാറിൻ്റെ ലൈവുകളിലുമൊക്കെ സാറ് പങ്കുവെക്കും എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഇപ്പോൾ കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും നമുക്ക് പുതിയ പ്രേക്ഷകരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവരെപ്പോഴും അഭിപ്രായപ്പെടാറുള്ളൊരു വസ്തുതയാണ് ഈ പ്രോഗ്രാമിൽ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി കേട്ടതുകൊണ്ട് തന്നെ അടുത്ത വർഷത്തെ അല്ലെങ്കിൽ 2025 കാര്യങ്ങളൊക്കെ ഏറ്റവും ഈസിയായി ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് എല്ലാ മാതാപിതാക്കളും അഭിപ്രായപ്പെടാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈ വർഷം 2025 നീറ്റ് എന്ന സ്വപ്നവുമായി ബെർലിനിലേക്ക് കടന്നു വന്ന ഒരുപാട് വിദ്യാർത്ഥികളും മാതാപിതാക്കളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ അറിവുകളും അത് വളരെ വ്യക്തമായി വർഷങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് ശിവൻ സാറ് പറയുന്നതാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം അവരുടെ അറിവിലേക്കും ഈ കാര്യങ്ങളെല്ലാം എത്തണം. പിന്നെ അതുപോലെ തന്നെ ശിവൻ സാർ ഒരു കാര്യം കൂടെ പങ്കുവെച്ചു. നമ്മുടെ അശ്രദ്ധ മൂലം നമുക്കൊരു സീറ്റ് അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ടൊരു സീറ്റ് നഷ്ടപ്പെടാൻ പാടില്ല. നിങ്ങളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുന്നിടം വരെ ബ്രില്യൻ്റ് ഒപ്പമുണ്ട് എന്നുള്ളതും കൂടിയാണ് ശിവൻ സാറ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ ലോകമെമ്പാടും ഇരുന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.